ചെമ്പരമ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ശ്രുതിയുടെ സത്യങ്ങളെല്ലാം സച്ചി തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, നമ്മുടെ സച്ചി ആ കാര്യം പറഞ്ഞ് പോയിട്ട് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ട് എസ്കേപ്പ് ആവുന്നുള്ള കാര്യം സച്ചിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ശ്രുതിയെ കൊണ്ട് തന്നെ ആ സത്യങ്ങൾ വായാൽ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സച്ചി ഒരു ഉഗ്രൻ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സച്ചി സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത് ശ്രുതിയുടെ ആദ്യ ഭർത്താവിന്റെ ഏട്ടനിൽ നിന്നാണ്. അവരെ ചില ട്രീറ്റ്മെന്റ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നാട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ സച്ചിയുടെ വണ്ടിയിലാണ് പൊക്കോണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം അവരുടെ അനിയന്റെ കല്യാണ ഫോട്ടോ കാണിക്കുന്നതിലൂടെയാണ് സച്ചി സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത്. സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് സച്ചി നേരെ ബാറിലേക്കാണ് പോകുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ എല്ലാവരും വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത് പോലെയാണ് ഇങ്ങനെ ചിന്തിച്ചു നോക്കുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. ഇതെല്ലാം സത്യമാണോ ശ്രുതി എന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ആന്റി, സച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്, പക്ഷേ ഇത് ആദി എൻ്റെ മകനല്ല, എൻ്റെ ട്വിൻ സിസ്റ്ററിന്റെ മകനാണ്. ശ്രുതിയെ പോലെ തന്നെ വേറൊരു സിസ്റ്റർ അവൾക്കുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ സച്ചിയുടെ മനസ്സിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ തന്നെ ശ്രുതിയുടെ ഫസ്റ്റ് പ്രഗ്നൻസിയെ കുറിച്ചിട്ട് ദേവ് മൂലം എല്ലാവരും അറിയുന്നുണ്ടല്ലോ. പക്ഷെ ആ സമയത്ത് അത് അബോർഷനായി പോയ കുഞ്ഞിൻ്റെ കാര്യമാണ് എന്നുള്ള കാര്യം പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ എന്തൊരു സംഭവം ശ്രുതിയുടേത് പുറത്ത് വരുമ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് എല്ലാവരും വിശ്വസിപ്പിക്കുകയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ അങ്ങനെ സംഭവിക്കരുതെന്ന് കരുതിയിട്ട് അവളുടെ വായിൽ നിന്ന് തന്നെ ഞാൻ സത്യം പറയിപ്പിക്കും എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ബാറിൽ നിന്ന് സച്ചി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത്. വീട്ടിൽ ചെന്ന ഉടനെ തന്നെ എല്ലാവരും വിളിച്ചു കൂട്ടുകയും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നുള്ള കാര്യം പറയുകയും ചെയ്യാണ്. അത് മാത്രമല്ല, അവിടുത്തെ ജനലും വാതിലും എല്ലാം അടച്ചു പൂട്ടുന്നുണ്ട്. അതേസമയം ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ കടത്തിന്റെ മുകളിൽ കടായിരിക്കുകയാണ്. വലിയൊരു ബിസിനസ് ഡീലൊക്കെ സംസാരിച്ചിട്ട് ആ ഡീല് ഉറപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ശ്രുതി 30 ലക്ഷം രൂപ കടമെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ആ ഡീലൊക്കെ ക്യാൻസലായി പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എങ്ങനെയാണ് ഈ കടം വീട്ടേണ്ടതെന്നുള്ള കാര്യം അറിയാതിരിക്കുന്ന സമയത്ത് ആദി സച്ചിന്റെയും രേവതിന്റെയും കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആദിയുടെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുമായിട്ട് ഒരു അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയാണ് ആദിയെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. ആദിയെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയും. അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ ഒരു സ്റ്റാഫ് പറഞ്ഞു കൊടുക്കുവാണ്, ഒരു അമേരിക്കൻ കപ്പിൾസിന് കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കുട്ടിയെ ദത്തെടുക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്ന്. അങ്ങനെ ദത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25 ലക്ഷം രൂപ അവര് പ്രതിഫലമായിട്ട് തരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ സച്ചി മാത്രമാണല്ലോ എതിർപ്പ് പറയാ. സച്ചിയെ എങ്ങനെയെങ്കിലും അമ്മ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സച്ചി കയറി വരുന്നത്. സച്ചി വന്ന ഉടനെ തന്നെ സച്ചിക്ക് ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരുടെ അടുത്ത് എന്നുള്ള കാര്യം സച്ചി പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ശ്രുതിക്ക് സച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ, ആദ്യേ ഒരു അമേരിക്കൻ കപ്പിൾസിന് ദത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അമേരിക്കയിലൊക്കെ ആകുമ്പോൾ ആദിയുടെ ഭാവി സേഫ് ആവുമല്ലോ എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. അത് ഞാനും അതുപോലെ തന്നെ ശ്രുതിയും കൂടി തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ, ഓ പൗഡർ എടുത്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ഡിസിഷൻ എടുത്തതെന്ന് സച്ചി പറയുകയാണേ. കാരണം ശ്രുതിയുടെ മകനെ ദത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി തന്നെ സമ്മതിച്ചു എന്നുള്ള രീതിയിലാണ് സച്ചി ചോദിക്കുന്നത്. പക്ഷേ സച്ചി ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ള കാര്യം അവിടെ ആർക്കും അറിയില്ലല്ലോ. ആ പയ്യന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതാണ് നല്ലത്. സച്ചിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മറുപടി കേൾക്കുമ്പോൾ ശരിക്കും ചന്ദ്രയുടെ മനസ്സിലും ഒരു ലഡു പൊട്ടുന്നുണ്ട്. നീ ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം കേട്ടല്ലോ എന്ന് ശ്രുതി ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുന്ന സമയത്ത്, നീ പറഞ്ഞത് നല്ല കാര്യം ആയതുകൊണ്ടാണ് ഞാൻ കേട്ടത്. സച്ചി നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് രവി ചോദിക്കുന്നുണ്ട്. അച്ഛ, അവന് അച്ഛനില്ല, പിന്നെ അവൻ്റെ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ഇനി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് അവൻ്റെ ഭാവിക്ക് ഇത് തന്നെയല്ലേ നല്ലത്, നമുക്ക് ദത്ത് കൊടുക്കുക അച്ഛാ. സച്ചിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് അതൊരിക്കലും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ശ്രീകാന്ത് വർഷി മുഖത്തോട് മുഖം നോക്കുകയാണ്. രേവതി ആണെന്നുണ്ടെങ്കിൽ സച്ചേട്ടൻ എന്തൊക്കെയായി സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. രേവതി, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആദ്യം ദത്തെടുക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ മാത്രം തീരുമാനം എടുത്താൽ പോരല്ലോ. പിന്നെ ആരാണ് ആദിയുടെ അമ്മമ്മയാണെന്ന് ചോദിക്കുമ്പോൾ, അത് അമ്മ പറഞ്ഞതുപോലെ തന്നെ അവര് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ആര് തീരുമാനം എടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് സച്ചേട്ടൻ ഈ പറയുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ വിഷയം ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദിക്ക് ആരുമില്ലെന്നല്ലേ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. അല്ല, ആദിക്ക് അവന്റെ അച്ഛന്റെ ഏട്ടനും അതുപോലെ ഭാര്യയോ അങ്ങനെ ആരൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞു കേട്ടതെന്ന് രവി ചോദിക്കുന്ന സമയത്ത്, ആദിക്ക് അവരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരാളുണ്ട്, അതാരാണെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ആദിയെ കുറിച്ചിട്ട് ഒരു കാര്യം അറിഞ്ഞു, നിങ്ങൾക്കൊക്കെ ആദിയെ കുറിച്ചിട്ട് എന്താ അറിയാന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. അവനെ കുറിച്ച് ഇനി കൂടുതൽ എന്തറിയാനാണ്? അവന്റെ അച്ഛൻ മരിച്ചുപോയി,
അവൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റിൽ മരിച്ചു, അവൻ്റെ അമ്മമ്മയാണെങ്കിൽ അവൻ ഇവിടെ കൊണ്ടുപോയി വിടുകയും ചെയ്തു. ഇനിയിപ്പോൾ അവന് ആരുമില്ല. എന്നാൽ അമ്മേ, അവിടെയാണ് ഒരു വമ്പൻ ടെസ്റ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇവൻ എന്താണ് ഈ ആദിയെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ആദിയുടെ അച്ഛൻ മരിച്ചുപോയി, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആദിയുടെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് സത്യമല്ല. ആദിയുടെ അമ്മ മരിച്ചിട്ടില്ല, ആദിയുടെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. എന്താടാ നീ ഈ പറയുന്നതെന്ന് രവി ചോദിക്കുമ്പോൾ, അതെ അച്ഛാ, ഞാൻ പറഞ്ഞത് സത്യമാണ്, ആദിയുടെ അമ്മ മരിച്ചിട്ടില്ല. അന്ന് അവളുടെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ ആ കിളവി ഇവിടെ കൊണ്ടുവിട്ട് പോയെന്ന് ചന്ദ്ര ചോദിക്കുകയാണേ. അപ്പോൾ അവര് കള്ളം പറഞ്ഞ് ഇവിടെ കൊണ്ടുവിട്ടതാണോ? അതെ, അവര് പറഞ്ഞത് കള്ളം തന്നെയാണ്. കള്ളത്തിന്റെ മേലെ കള്ളം, 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 പച്ച കള്ളമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആദിയുടെ അമ്മ മരിച്ചിട്ടില്ല, അവള് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. പിന്നെ എന്തിനാണ് ആദിയുടെ അമ്മ മരിച്ചെന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മമ്മ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവിട്ടെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ, അതിലിപ്പോ ഇത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു? അവനെ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്താ രേവതി, നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ മുമ്പേ അറിയായിരുന്നോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും, അമ്മ ഇവർ ഇനി രേവതിക്ക് നേരെ ചാടാൻ വേണ്ടി നിൽക്കണ്ട, അവൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് സച്ചി പറയാണേ. സച്ചിയേട്ടൻ എങ്ങനെയാണ് ആദിയുടെ അമ്മ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാമെന്ന് ശ്രീകാന്ത് ഇത് കേട്ട ഉടനെ തന്നെ സച്ചി, എങ്ങനെ അറിയുന്നുള്ളതല്ല, എന്തൊക്കെ അറിയാം എന്നുള്ളതാണ് പ്രധാനം. ആദിയുടെ അമ്മയുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയാം. ശരി, അവര് ഇപ്പൊ എവിടെയാണ്? അവര് ഇവിടെ തന്നെയുണ്ട്, ഈ നാട്ടിൽ തന്നെ. ഈ നാട്ടിലുണ്ടെന്നോ? പിന്നെ എന്തിനാണ് അവനെ ഇവിടെ വിട്ടിട്ട് അവന്റെ അമ്മമ്മ പോയെന്ന് രവി സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അച്ഛാ, അതിനെക്കുറിച്ച് എനിക്കെന്നെ വായാലെ പറയാൻ വേണ്ടി പറ്റില്ല. അതെന്താടാ? അത് അവന്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നത് ഭാവിക്ക് ദോഷം ചെയ്യും, അത് അവന് വലിയ അപമാനമാകും. എന്തിനാ സച്ചിട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? അതേ രേവതി, അവന്റെ അമ്മയുടെ കൂടെ അവൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതം അലങ്കോലമാകും. സുധി, നീ പറഞ്ഞതുപോലെ തന്നെ ആദിയെ അമേരിക്കയിലേക്ക് പറഞ്ഞുവിടാം, അത് തന്നെയാണ് അവൻ്റെ ജീവിതത്തിന് നല്ലത്. നിനക്ക് എത്ര പണം വരുന്നുള്ള കാര്യം പറഞ്ഞത്? 25 lakhs. അതെ, അത് വെച്ചിട്ട് നീയാണെന്നുണ്ടെങ്കിൽ നിന്റെ കടവും തീർത്തോ, അത് തന്നെയാണ് ഇതിന് നല്ലത്. അതിനാദ്യം ആദിയുടെ അമ്മ സമ്മതിക്കണ്ടേ? അവര് സമ്മതിക്കുമോ എന്ന് വർഷ ചോദിക്കുമ്പോൾ, അതറിയില്ല, പക്ഷെ എന്തായാലും അവള് നല്ലൊരു ആളല്ല, അവളുടെ ക്യാരക്ടറും ശരിയല്ല, അവൾ ചെയ്യുന്ന ജോലിയും ശരിയല്ല. ഇത് കേട്ടിട്ട് ശ്രുതിക്ക് ഇങ്ങനെ അരിച്ചു വരുന്നുണ്ട് കേട്ടോ. ശ്രുതി ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്നാണ് സച്ചി പറഞ്ഞു വരുന്നത്. സച്ചിയേട്ട, ഒരാളെ കുറിച്ചിട്ട് മുഴുവനായിട്ട് അറിയാതെ നമ്മൾ ഇങ്ങനെ വായ തോന്നൊന്നും പറയരുത് എന്ന് രേവതി പറയുന്നത് കേൾക്കുമ്പോൾ, രേവതി, നീയൊരു അപ്പാവിയാണ്. നീയാണെങ്കിൽ മറ്റുള്ളവരുടെ നല്ലത് മാത്രമേ ചിന്തിക്കുള്ളൂ, കുടുംബത്തിന് വേണ്ടിയിട്ട് സത്യസന്ധയായിട്ട് ജീവിക്കുന്നവളാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് മറ്റുള്ളവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. എന്നാൽ ആദിയുടെ അമ്മയുടെ സ്വഭാവം അങ്ങനെയല്ല രേവതി. ഇതെല്ലാം കേട്ടിട്ട് ശ്രുതിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അതിന് മാത്രം എന്ത് മോശപ്പെട്ട ജോലിയാണ് അവൾ ചെയ്യുന്നതെന്നുള്ള കാര്യം വർഷയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് പറയാൻ വേണ്ടി പറ്റിയ ഒരു കാര്യമല്ല, അത്രയും മോശപ്പെട്ടതാണ്. സച്ചി, നീ സാധാരണയായിട്ട് ഒരാളെ കുറിച്ചിട്ട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരാളല്ല, പ്രത്യേകിച്ച് ഒരു പെണ്ണിനെ കുറിച്ച്. ആ പെണ്ണിനെ കുറിച്ച് നീ ഇത്രയും മോശമായിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം സത്യം തന്നെയാണോ എന്ന് ചോദിക്കുകയാണേ. അച്ഛാ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. സത്യം മോശപ്പെട്ടതാണെന്നുണ്ടെങ്കിലും സത്യം സത്യം തന്നെയല്ലേ അച്ഛാ? അപ്പോൾ ആദിയുടെ അമ്മ ചെയ്യുന്ന ജോലി പുറത്ത് പറയാൻ വേണ്ടി പറ്റാത്ത അത്രയും മോശപ്പെട്ട ഒരു ജോലിയാണ്. ആദിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം അറിയാതെ ഒരു തെറ്റായ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേട്ട ശ്രുതിക്കാണെങ്കിൽ രക്തം ഇങ്ങനെ തളച്ച് കയറുന്നുണ്ട്. എന്തായാലും ആദ്യ ടൂറ് പോയ സമയം നല്ലതാണ്, അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ വെച്ചിട്ട് അമ്മയെ കുറിച്ചിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടി വന്നേനെ. ഇതെല്ലാം കേട്ട് രവിയാണെങ്കിൽ എന്താണെടാ പറയേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയില്ല. അച്ഛ, മറ്റൊന്നുമില്ല, അവനെ ദത്ത് കൊടുക്കാം, പക്ഷേ ഈ കാര്യത്തിന് അവന്റെ അമ്മ സമ്മതിക്കണമല്ലോ. സച്ചി, നീയല്ലേ പറഞ്ഞത് അവളുടെ ക്യാരക്ടർ ശരിയല്ല എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരികയാണേ. സച്ചി, അറിയാതെ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് അവളുടെ ക്യാരക്ടർ ശരിയല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ടെങ്കിലും നീയും അതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്ന് ചോദിക്കുകയാണ് ദേഷ്യത്തോട് കൂടിയിട്ട്. പൗഡർ എടുത്തി, ഞാൻ ഒന്നും അറിയാതല്ല സംസാരിക്കുന്നത്, എല്ലാ ഇൻഫോർമേഷനും കളക്ട് ചെയ്ത് തന്നെ ഞാൻ സംസാരിക്കുന്നത്. ആദിയുടെ അമ്മ ശരിയല്ല. സച്ചി, നീ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇതെല്ലാം പോയിട്ട് കാണാൻ വേണ്ടി പറ്റുമോ? അന്വേഷിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. മറ്റുള്ളവരെന്തെങ്കിലും പറയുന്നെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഇവിടെ വന്ന് വിളമ്പാണെന്ന് ചോദിക്കുകയാണ് ശ്രുതി. അടുപ്പില്ലാതെ എന്തായാലും പുക വരില്ലല്ലോ ശ്രുതി. പൗഡർ എടുത്തി, ആ പെണ്ണ് ശരിയല്ല. ഇതെല്ലാം കേട്ട ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ കുറച്ചു നേരം മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എത്രയായാലും ഒരു പെണ്ണിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ രേവതി പറയുന്നുണ്ട്, സച്ചേട്ട, നാട്ടിലുള്ള ആൾക്കാർ പറഞ്ഞെന്ന് കരുതിയിട്ട് അതെല്ലാം സത്യമാക്കണുണ്ടോ എന്ന്. രേവതി, സത്യം തന്നെയാണ്, ആ പെണ്ണ് ശരിയല്ല. രേവതി, സച്ചി എന്തിനാണ് ഒരു പെണ്ണിനെ കുറിച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെയൊക്കെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത്? തെറ്റായിട്ടുള്ള ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആ പെണ്ണിന് ഒരു നാണവും ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ നാണിക്കുന്നത്? അങ്ങനെ നിന്നിരുന്ന സച്ചിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. സച്ചി, ഒരു എവിഡൻസും ഇല്ലാതെ ഒരു പെണ്ണിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കരുത്. അവളുടെ ക്യാരക്ടർ തെറ്റാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്? നീ കണ്ടോ?
അത് കേട്ട് സച്ചി മിണ്ടാതെ നിൽക്കുമ്പോൾ എന്താ സച്ചി നീ കണ്ടോ എന്നുള്ള കാര്യം വീണ്ടും ചോദിക്കുമ്പോൾ അതെ ഞാൻ കണ്ടു, ആദിയുടെ അമ്മയെ ഞാൻ കണ്ടു. എന്താ സച്ചിയേട്ടാ ആദിയുടെ അമ്മയെ സച്ചിയേട്ടൻ കണ്ടോ എന്ന് ചോദിക്കുകയാണേ. അതെ ശ്രീകാന്തെ ഞാൻ കണ്ടു. പൗഡർ എടുത്ത് ചോദിക്കുന്ന സമയത്ത് അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. എൻ്റെ കാറിൽ ട്രിപ്പിൽ വന്ന ആളാണ് ആദിയുടെ അമ്മയും കൂട്ടിക്കൊണ്ട് പോയത്. അത് ആദിയുടെ അമ്മയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പെന്ന് സച്ചിയുടെ അടുത്ത് ശ്രുതി ചോദിക്കുമ്പോൾ ഉറപ്പാണ്, ആ പെണ്ണിന്റെ കയ്യിൽ ആദിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അവളെ കൂട്ടിക്കൊണ്ട് പോകുന്ന അയാൾ ചോദിച്ച സമയത്ത് അത് തന്റെ മകനാണെന്നുള്ള കാര്യം അവൾ സമ്മതിച്ചു. സച്ചി നീ ആവശ്യമില്ലാതെ വന്നിട്ട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തിനാ പൗഡർ എടുത്ത് കള്ളം പറയുന്നത്? ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ആദിയുടെ അമ്മ ജീവനോടെ ഉണ്ട്. അവളുടെ ക്യാരക്ടർ ശരിയല്ല, അവൾ ചെയ്യുന്ന ജോലിയും ശരിയല്ല. സച്ചി നീ ആവശ്യമില്ലാതെ ഒരു പെണ്ണിന്റെ മേലെ പഴി ചാരാൻ വേണ്ടി ശ്രമിക്കാന്ന് പറയുമ്പോൾ ഞാൻ പഴി ചാരാൻ വേണ്ടി ശ്രമിക്കല്ല, ഞാൻ കണ്ടതാണ് പറഞ്ഞത്. നീ കള്ളമാണ് പറയുന്നത്, ഞാൻ സത്യമാണ് പറയുന്നത്. സച്ചി ഇല്ല, നീ മനഃപൂർവ്വം പഴി ചാരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഞാൻ അവള് പറയുന്ന ജോലിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ചിട്ട് തെറ്റായിട്ട് രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് നാണമില്ലെന്ന് ശ്രുതി. തെറ്റായിട്ട് ജോലി ചെയ്യുന്ന അവളാണ് നാണിക്കേണ്ടത്. വീണ്ടും വീണ്ടും സച്ചി നീ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യമായിട്ടുള്ള കാര്യം ആരും തവണ പറയും. ആദിയുടെ അമ്മ തെറ്റായിട്ടുള്ള ഒരു സ്ത്രീയാണ്. നമ്മുടെ സച്ചിയുടെ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ, എങ്ങനെയും ശ്രുതിയെ കൊണ്ട് വായെന്ന് സത്യം പറയിപ്പിക്കണം. ഇല്ല നീ പറയുന്ന കാര്യം എല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും സച്ചിയോടൊപ്പം തന്നെ റേസ് ആവുകയാണേ. അതിൻ്റെ ഇടയ്ക്ക് രേവതി ആണെങ്കിൽ സച്ചിയുടെ മതി എന്ന് പറയുകയാണേ. പക്ഷെ സച്ചി രേവതി നിൽക്കുക എന്നുള്ള മട്ടിൽ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം സച്ചി ശ്രുതിയുടെ അടുത്ത് ചോദിക്കണേ, പറ നിനക്ക് എങ്ങനെയാ അറിയുന്നത്? പറയാനല്ലേ പറഞ്ഞത്? എനിക്കറിയാം നീയാണ് കള്ളം പറയുന്നത്. അത് നിനക്ക് എങ്ങനെ അറിയാന്ന് സച്ചി? എനിക്കറിയാം നീ കള്ളമാണ് പറയുന്നത്, നീ പറയുന്നത് കള്ളമാണ് കള്ളമാണ് കള്ളാണെന്ന് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പറയണേ. ശ്രുതിയുടെ ആ ഭാവമാറ്റം എല്ലാം കണ്ടിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടേ. അത് തന്നെ ഞാൻ ചോദിച്ചത്, അത് നിനക്ക് എങ്ങനെ അടി അറിയുന്നതെന്ന്. കാരണം ആദ്യം എൻ്റെ മകനാണ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണേ ശ്രുതി പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണേ. കേട്ട എല്ലാവരും ഷോക്കിൽ ഇങ്ങനെ നിൽക്കുവാണേ. പക്ഷെ ശ്രുതിയാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, ഞാനാണ് ആദിയുടെ അമ്മ, എൻ്റെ വയറ്റിലാണ് അവൻ പറഞ്ഞത്, മതിയോ എന്ന്. അത് കേട്ട ഷോക്കിലെ എല്ലാവരും ശ്രുതിയെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നുണ്ട് കുറച്ചു നേരം. തുടർന്ന് സച്ചി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ആദി നിന്റെ മകനാണെന്നുള്ള കാര്യം എനിക്കും അറിയാം. തുടർന്ന് സച്ചി വേഗം ചെല്ലുന്നത് അച്ഛൻ്റെ അരികിലേക്കാണ്. കാൽക്കൽ തൊട്ടിട്ട് പറയുന്നുണ്ട്, അച്ഛ എന്നോട് ക്ഷമിക്കണം. ഒരു പെണ്ണിനെ കുറിച്ചിട്ട് ഇത്രയും മോശപ്പെട്ട രീതിയിൽ പറയുന്നത് വലിയ തെറ്റാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛ. പക്ഷേ പൗഡർ എടുത്തിട്ട് വായിൽ നിന്നും സത്യങ്ങളെല്ലാം പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അച്ഛ എന്നോട് മാപ്പാക്കണമെന്ന് വീണ്ടും സച്ചി പറയുമ്പോഴേക്കും വർഷയും ശ്രീകാന്തും കൂടി ചേർന്ന് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ സച്ചേട്ടാ ഈ പറയുന്നത്? അപ്പോൾ ആദി ഈ ശ്രുതിയുടെ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ശ്രുതിയുടെ അല്ല, അതിലൊരു തിരുത്തുണ്ട്, കല്യാണിയുടെ. ഈ ശ്രുതി തന്നെയാണ് ആ കല്യാണി. പൗഡർ എടുത്തിയുടെ ഒറിജിനൽ നെയിം കല്യാണി എന്നാണ്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഒന്നും എന്താ പറയുക സ്റ്റക്കായ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ചന്ദ്രയ്ക്ക് കുറച്ചു നേരം ഷോക്ക് ഉണ്ടെങ്കിലും പിന്നെ ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട്. ഇവളുടെ അച്ഛൻ മലേഷ്യയുടെ പരിസരത്ത് പോലും പോയിട്ടില്ല, പിന്നെ ഇവളുടെ അമ്മ മരിച്ചും പോയിട്ടില്ല. ആദിയുടെ അമ്മമ്മയുണ്ടല്ലോ, അവർ തന്നെയാണ് ഇവളുടെ അമ്മ. നമ്മുടെ അച്ഛമ്മയുടെ നാട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഇവളുടെ നാടും. ഇവള് മലേഷ്യയിലൊന്നും അല്ല ജനിച്ചിരിക്കുന്നത്, സാധാരണ ഒരു കുടുംബത്തിലാണ്. തുടർന്ന് സച്ചി ആണെങ്കിൽ നേരെ പൗഡർ എടുത്തിന്റെ അടിയിലേക്ക് ചെന്നിട്ട് ഒരു പെണ്ണിനെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള രീതിയിൽ പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റാണ്. സത്യം അറിയാൻ വേണ്ടിയിട്ടല്ല, നിന്റെ വായെക്കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നോട് കൈകോപ്പി മാപ്പ് ചോദിക്കുന്നു പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് കൈകോപ്പി മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ സച്ചി. അച്ഛ ഞാൻ ഈ സത്യം പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കള്ളേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ 2 വർഷമായിട്ട് സത്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ പൗഡർ എടുത്ത് എന്തെല്ലാം കള്ളങ്ങളാ പറഞ്ഞതെന്നറിയോ? ആദ്യം ശ്രുതി ചേച്ചിയുടെ മകനാണെന്നുണ്ടെങ്കിൽ ശ്രുതി ചേച്ചിക്ക് എന്ന് പറഞ്ഞ് വർഷം തുടങ്ങുമ്പോഴേക്കും ശ്രുതിക്ക് ഓൾറെഡി കല്യാണം ആയതാണ്. കല്യാണം കഴിഞ്ഞ് 6 മാസത്തിനകം തന്നെ ഒരു ആക്സിഡന്റിൽ അവരുടെ ഭർത്താവ് മരിച്ചു. അതിലുണ്ടായ കുഞ്ഞാണ് ആദി. ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് തല കറങ്ങുന്നുണ്ട്. രേവതി ചേച്ചിക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടോ? അന്ന് ശ്രുതി ചേച്ചി ചെക്കപ്പിന് പോയ സമയത്ത് ദേവു പറഞ്ഞിട്ടില്ലായിരുന്നോ രണ്ടാമത്തെ കുഞ്ഞിന്റെ ചെക്കപ്പിന് വേണ്ടി വന്നതാണ് എന്നുള്ള കാര്യം? അന്ന് ശ്രുതി ചേച്ചി പറഞ്ഞത് അബോർഷനായി എന്നുള്ള കാര്യമല്ലേ? അത് കള്ളമാണ്. അപ്പോൾ ആദിയാണ് നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് അല്ലേ? ഇത്രയും നേരം സൈലന്റ് ആയിരുന്ന ചന്ദ്രൻ ഇറങ്ങുവാണ് കേട്ടോ. എടി നീ ഇത്രയും നാൾ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നോ? അപ്പോൾ നിനക്കുണ്ടായ കുഞ്ഞാണോടി അത്? ഇത്രയും നാൾ ഞങ്ങളെയൊക്കെ പറ്റിക്കായിരുന്നു അല്ലേടി എന്ന് ചോദിച്ചിട്ട് കവിളിനിട്ട് 2 കവിളിനും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുവാണേ. അപ്പോഴേക്കും ശ്രുതി ഓടിപ്പോയിട്ട് രവിയുടെ കാലിൽ വീഴുന്നുണ്ടേ. അങ്കിൾ എന്നോട് ക്ഷമിക്കണം അങ്കിൾ, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് അങ്കിൾ, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ടാതെ അങ്ങ് മാറി നിൽക്കുവാണേ. അങ്കിളിന്റെ അടുത്ത് നിന്ന് രക്ഷ കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നേരെ ആന്റി ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണ്, എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ആന്റി എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കുമ്പോഴേക്കും
നിന്നോട് ഞാൻ ക്ഷമിക്കണോടി എന്നുള്ള കാര്യം ചോദിച്ചിട്ട് കാലങ്ങ് ഉയർത്താണ് കേട്ടോ തൊഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ട രവിയാണെങ്കിൽ ചന്ദ്രയെന്ന് വിളിച്ചിട്ട് ഒരിക്കലും കാലുകൊണ്ട് അവളെ തൊഴിക്കരുത്, അവളെക്കാൾ വലിയ പാപം നീ ചെയ്തതുപോലെയാകും. അത് കേട്ട് ചന്ദ്ര കാലങ്ങ് താഴ്ത്തുവാണേ. ആന്റി പ്ലീസ് ആന്റി, ആന്റി പ്ലീസ് ആന്റി, എന്നോട് ക്ഷമിക്കുക ആന്റി എന്ന് പറഞ്ഞിട്ട് കാലെ പിടിക്കുകയാണ് ചന്ദ്രയുടെ. അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ കാലങ്ങ് തട്ടുന്നുണ്ട്. എടി, ഒരു കല്യാണം കഴിച്ചിട്ട് ഒരു കുഞ്ഞിനെയും പറഞ്ഞിട്ട് ആ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും തലയിൽ നീ മുളക് അരച്ചു അല്ലേടി. നിന്നെയൊന്നും അടിച്ചാ പോരാ, പച്ച വെള്ളം പോലും തരാതെ പട്ടിണിക്കിട്ട് കൊല്ലണം. ഇനിയിപ്പോ രക്ഷ സുധി മാത്രമെന്ന് വിചാരിച്ചിട്ട് സുധിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. സുധി, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുക എന്ന് പറയുമ്പോൾ നിനക്ക് എന്താടി പറയാനുള്ളത് എന്നുള്ള കാര്യം ചോദിച്ചിട്ട് സുധി കാരണം നോക്കി ഒന്ന് പൊട്ടിക്കാനുണ്ട് ശ്രുതിയുടെ. അടികൊണ്ട് ശ്രുതി താഴെ വീഴുവാണേ. നിനക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്ത് റൈറ്റ്സ് ആണ് അടി ഉള്ളത്? സുധി പ്ലീസ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ക്ഷമിക്കാനോ നിന്നോട്? നീ സാധാരണ തെറ്റാണോ അടി ചെയ്തത്? ഏതോ ഒരുത്തനെ കല്യാണം കഴിച്ചിട്ട് അതിൽ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് എന്റെ തലയിൽ നീ മുളക് അരച്ചു അല്ലേടി, അതും സ്നേഹിച്ചു എന്ന് കള്ളം പറഞ്ഞിട്ട്. സുധി, അല്ല സുധി, ഞാൻ സുധിയെ സ്നേഹിച്ചത് കള്ളമല്ല, ഇപ്പോഴും ഞാൻ സുധിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്താടി ലവ്? നീ രണ്ടാമത് എന്നെ പറ്റിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി നോക്കിയില്ലേ, അതാണോടി നീ പറയുന്ന സ്നേഹം? എന്താടി ഞാൻ വേറെ ഒരു പൊട്ടനാണെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എന്തോരം കള്ളം പറഞ്ഞിട്ടാണടി എന്നെ പറ്റിച്ചിരിക്കുന്നത്, എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. ഏതാണ് സത്യം ഏതാണ് കള്ളം എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല. ഒരു 2 വർഷമായിട്ട് ഞാൻ ഒരു കള്ളത്തിന്റെ കൂടെയാണല്ലോ ജീവിച്ചതെന്നൊക്കെ പറഞ്ഞ് സുധി ഭയങ്കരമായിട്ട് റേസ് ആവുന്നുണ്ട്. അപ്പോഴേക്ക് സുധി എന്ന് പറഞ്ഞിട്ട് ശ്രുതി വിളിക്കുന്നുണ്ട്. മിണ്ടി പോകരുത് നീ, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിശാലി എന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ എത്ര വലിയ പൊട്ടനാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറും പൊട്ടനാണെന്ന് പറഞ്ഞിങ്ങനെ തലക്കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കൈക്ക് പിടിക്കുകയാണ് കേട്ടോ. ശ്രുതി, തൊട്ടു പോകരുത്, നിന്റെ കൈ എന്റെ ദേഹത്ത് തുടർന്ന് തന്നെ എനിക്ക് അറപ്പാണ്. നിന്നെ ഞാൻ എന്തോരം വിശ്വസിച്ചടി, എന്റെ അമ്മയേക്കാൾ കൂടുതൽ നിന്നെ ഞാൻ വിശ്വസിച്ചത്. നീ എന്തിനാടി എന്നെ പറ്റിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് സുധി ഇങ്ങനെ ശ്രുതിയെ തട്ടുന്നൊക്കെ ഉണ്ടേ. ഇല്ല സുധി, ഞാൻ ഒരു ജീവിതം തെറ്റായ ജീവിതമായി പോയി, ഇനി എങ്ങനെ എന്റെ ജീവിതം നന്നാക്കണം എന്നുള്ള കാര്യം മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒരു നല്ല ലൈഫ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എന്റെ ലൈഫ് ഓടി അത് എങ്ങനെ പോയാലും കുഴപ്പമില്ല അല്ലേ? നീ നിന്റെ ലൈഫ് മാത്രം നന്നായാൽ മതി എന്നല്ലേ ചിന്തിച്ചിട്ടുള്ളൂ? അല്ല സുധി, ഞാന് ശരിക്കും സത്യസന്ധമായിട്ട് തന്നെയാണ് സുധിയെ സ്നേഹിച്ചത്. ഞാൻ സുധിയുടെ കൂടെ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചതൊക്കെ സത്യം തന്നെയാണ്, അതിൽ ഒട്ടും കളങ്കമില്ല. സുധി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷേ എനിക്ക് സുധിയുടെ കൂടെ ജീവിക്കണം. സുധി എന്നെ വേണേ അടിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ അവസാനം വരെ എനിക്ക് സുധിയുടെ കൂടെ തന്നെ വേണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൂപ്പിയിട്ട് കരഞ്ഞോണ്ടിരിക്കുന്ന ശ്രുതിക്ക് അരികിലേക്ക് ചന്ദ്ര ചെന്നിട്ട്, എടി പറ്റിക്കുന്നവളെ, നിനക്ക് എന്റെ മകന്റെ കൂടെ ജീവിക്കണമെന്നോ? നീ എന്താടി അഭിനയിക്കാണോ? നിനക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ട് വേറെ കുടുംബമൊന്നും കിട്ടിയില്ലേ? എന്റെ കുടുംബം അല്ലാതെ എന്റെ മകന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ എന്തോരം സ്വപ്നം കണ്ടിട്ടുണ്ടോ? എന്നാ അവനെ നീ വിശ്വസിപ്പിച്ച് പറ്റിച്ചില്ലേടി? നീയൊക്കെ ഒരു മനുഷ്യ ജന്മമാണോടി? ഇത്രയും നാള് ആരും അറിയാതെ ഒരു കള്ള നീ മറച്ചു വെച്ചു അല്ലേടി? നിന്നെ പോലത്തെ ഒരു കെട്ടുകഥക്കാരി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിന്റെ ഭർത്താവ് മരിച്ചു പോയെന്ന് കരുതിയിട്ട് നീ എൻ്റെ മകനെ ബലിയാടാക്കുന്നോടി എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയാണ് കേട്ടോ ചന്ദ്ര. ആ കുട്ടിച്ചാത്തൻ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നിന്റെ പ്ലാൻ ആയിരുന്നു അല്ലേ, നിന്റെ കളികള്. അന്ന് അവരുടെ മകള് മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് എന്താട്ടായിരുന്നു നിന്റെ തള്ള. നിങ്ങൾ കുടുംബപരമായിട്ട് നല്ല നടിക്കുന്ന ആൾക്കാരാണല്ലേ. അതുപോലത്തെ നിന്റെ മകനുണ്ടല്ലോ, ഈ പ്രായത്തിൽ നീ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോടി. ഇതിനു വേണ്ടിയിട്ടായിരുന്നോടാ? ഓ, ഇതുകൊണ്ടാണല്ലേ എൻ്റെ മകനെ ഡാഡി എന്ന് വിളിച്ചിട്ട് നിന്റെ മകൻ ഇവിടെ ചുറ്റി കറങ്ങിയിട്ടുണ്ടായിരുന്നത്. നിന്നെയൊക്കെ എന്ന് പറഞ്ഞിട്ട് കയ്യങ്ങ് ഓങ്ങുവാണ് കേട്ടോ ചന്ദ്ര. കയ്യങ്ങ് ഉയർത്തിയിട്ട് ചേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് താഴത്തേക്ക് ഇടുവാണേ. നീ പ്രസവിച്ച കുഞ്ഞിനെ എൻ്റെ മകനെ അച്ഛനാക്കാന്ന് വിചാരിച്ചിട്ടാണോ നീ നടക്കുന്നത്? നിന്നെയൊക്കെ ചെരുപ്പാല അടിക്കണോടി. ഇത്രയൊക്കെ കേട്ടിട്ടും ശ്രുതി പറയുന്നത് ഒരേ വാക്ക് മാത്രമാണ്, ഞാൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ് ആന്റി, എന്നോട് ക്ഷമിക്കണോ എന്ന്. അത്രയൊക്കെ കേട്ടിട്ട് ഒരു വാക്ക് പോലും മിണ്ടാതെ രവി അങ്ങോട്ട് ഇങ്ങനെ മാറി നിൽക്കുവാണ്. അങ്കിളെങ്കിലും എന്നെ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടത്? ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കോ? എത്ര കള്ളം. ന്യൂസ് പേപ്പറിൽ ഇങ്ങനത്തെ വാർത്തയൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. എന്നാൽ നിന്നെ പോലെ മനസാക്ഷി ഇല്ലാത്ത ആൾക്കാർ ഉണ്ട്. എന്നാൽ നിന്നെ പോലത്തെ മനസ്സാക്ഷിയില്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. ഇല്ല അങ്കിൾ, ഞാൻ സുധിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നീ രണ്ടാമത് കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചത് തെറ്റായിട്ടുള്ള കാര്യമല്ല, പക്ഷെ ആദ്യം കല്യാണം കഴിച്ച് മറച്ചു വെച്ചത് വലിയ തെറ്റ് തന്നെയാണ്. നീ കല്യാണത്തിന് മുമ്പേ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതായിരുന്നു. അപ്പോഴും സുധിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തി തരില്ലായിരുന്നോ? അതൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് ജീവിക്കുകയാണോ ചെയ്യേണ്ടത്? ഇങ്ങനൊരു കള്ളപ്പരം പറഞ്ഞിട്ടുള്ളൊരു ഇങ്ങനൊരു ജീവിതത്തിന്റെ ആവശ്യം നിനക്ക് എന്തായിരുന്നു? അച്ഛാ, എനിക്ക് അന്നേ ഇവളെ കുറിച്ചിട്ട് സംശയം ഉണ്ടായിരുന്നു, എങ്കിലും ഇങ്ങനൊരു കാര്യം മറച്ചു വെക്കുന്ന ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് സച്ചി കേട്ടോ. തുടർന്ന് വീണ്ടും രവി പറയുന്നുണ്ട്, അന്ന് നീ പണക്കാരിയല്ല എന്നുള്ള സത്യം ഇവിടെ എല്ലാവരും അറിഞ്ഞ സമയത്ത് ചന്ദ്ര നിന്നെ എന്തോരം അടിച്ചു. ഇനി നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നീ മറച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്? ഇനി നീ ഒന്നും മറക്കില്ല എന്നുള്ള കാര്യം ദൈവത്തിന് മുമ്പ് ചെന്ന് സത്യം ചെയ്തില്ലേ?
അന്ന് നീ കർപ്പൂരം തൊട്ടിട്ട് സത്യം ചെയ്തതല്ലേ, ഇനി ഒന്നും മറക്കില്ല എന്ന്. ഞങ്ങളെ മാത്രമല്ല, നീ ദൈവത്തിനെയാണ് പറ്റിച്ചിരിക്കുന്നത്. തെറ്റാണെങ്കിൽ ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്. ഇത് കേട്ടിട്ട് ഛേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്കുവാണ് കേട്ടോ രവി. ഞാൻ ചെയ്ത തെറ്റാണ്, എല്ലാവരുടെ അടുത്തും ഞാൻ കാല് പിടിച്ചിട്ട് മാപ്പ് പറയാം, പക്ഷെ എനിക്ക് സുധിയുടെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞ് നടക്കുമ്പോഴേക്കും പിടിച്ചങ്ങ് വലിച്ചങ്ങ് മാറ്റുവാണ് കേട്ടോ ചന്ദ്ര. ഇനിയും നിന്നെ ഞാൻ എന്റെ മകന്റെ തല കെട്ടിവെക്കുന്നതാണ് നീ വിചാരിച്ചത്? നിന്നെ പോലെ ഒരുത്തിയെ ഞാനാണ് എന്റെ മകന്റെ തലയിൽ കെട്ടിവെച്ചത്. നിന്നെ ഇനി ഒരിക്കലും എന്തായാലും സുധിയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ ഞാൻ താമസിക്കില്ല. സുധി ഇവളെ അടിച്ച് പുറത്താക്കുക എന്ന് പറയാണേ. വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് സുധി തന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് പുറത്തിടുവാണ് കേട്ടോ ശ്രുതിയെ. ഇല്ല, ഞാൻ സുധിയെ വിട്ടു പോകില്ല എന്ന് പറഞ്ഞ് സുധിയുടെ കൈ പിടിച്ച് തട്ടി മാറ്റിക്കൊണ്ട് ശ്രുതി നേരെ ഉള്ളിലേക്ക് തന്നെ കയറുവാണേ. ഇറങ്ങി പോടി എന്ന് പറയുന്നുണ്ട് കേട്ടോ സുധി. വീണ്ടും പിടിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുമ്പോഴേക്കും തട്ടിയിട്ട് നേരെ അങ്കിളുടെ അടുത്തേക്ക് ചെന്നിട്ട് അങ്കിൾ പ്ലീസ് അങ്കിൾ എന്നെ പുറത്താക്കരുത് എന്നുള്ള കാര്യം അങ്കിളെങ്കിലും പറ. ഇത് കേട്ട് രവി അങ്ങോട്ടേക്ക് മാറി പോകുന്നുണ്ട്. നേരെ വർഷയ്ക്കരികിലേക്ക് ചെല്ലുവാണേ. വർഷ പ്ലീസ് വർഷ, നീയെങ്കിലും പറ എന്നെ പുറത്താക്കരുത് എന്ന്. അത് ഞാനെങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡാണ് പറയേണ്ടത്. ശ്രീകാന്ത് നീയെങ്കിലും പറ സുധീരുടെ അടുത്ത്. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നെങ്കിൽ സംസാരിക്കായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അങ്ങനെ ഒരു രക്ഷയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് സുധി എന്ന് പറഞ്ഞിട്ട് അവന്റെ അരികിലേക്ക് പോകുമ്പോഴേക്കും ചന്ദ്ര ഇടയിൽ കയറി നിന്നിട്ട് നിന്റെ നടുപ്പൊന്നും ഇനി ഇവിടെ ചെലവാവില്ല. എന്റെ മകൻ ഇനി എന്തായാലും നിന്റെ കൂടെ ജീവിക്കില്ല. അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നിനക്കിനി ഒരു യോഗ്യതയുമില്ല. ശ്രുതി ആദ്യം അവളുടെ കഴുത്തിലെ താലി പൊട്ടിച്ചെടുക്കടാ. അത് കേട്ട ഉടൻ തന്നെ ശ്രുതിയാണെങ്കിൽ താലി ഇങ്ങനെ പിടിച്ചിട്ട് പുറകിലേക്ക് പോവാണേ. ആന്റി ഒരിക്കലും ഇങ്ങനെ പറയരുത്, ഞാനും ആന്റിയെ പോലെ തന്നെ ഒരു പെണ്ണല്ലേ. എന്റെ താലി എന്ന് പറയുമ്പോ ചീ, തേനും ശർക്കരയും ഒന്നാണോടി? നിന്റെ കൂടെ ചേർത്തിട്ട് എന്റെ പേര് വെച്ച് സംസാരിക്കാൻ നിൽക്കരുത് നീ. നിന്റെ ബുദ്ധിയൊന്നും എനിക്കില്ല. കല്യാണം കഴിച്ച ഭർത്താവിനെ പറ്റിച്ചിട്ട് ജീവിക്കുന്നവളല്ല ഞാന്. എന്നെ നിന്നെ ഒരുമിച്ച് ചേർത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ, നിന്നെ ഞാന് തല്ലിക്കൊല്ലും. എടാ സുധി, നീ എന്താണ് നോക്കി നിൽക്കുന്നത്? താലി വലിച്ച് പൊട്ടിച്ചിട്ട് ഇവളെ ഇവിടുന്ന് അടിച്ചിറക്കടാ. ശ്രുതി അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും ശ്രുതി വേണ്ട വേണ്ട എന്ന് പറയാണ്. ശ്രുതി, ഇത് നീ കെട്ടിയ താലിയാണ്, അത് എപ്പോഴും എൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവണം. ഈ കഴുത്തുനിന്ന് ഈ താലി പോകുന്നതോടുകൂടി ഞാൻ എൻ്റെ ജീവൻ തന്നെ വേണ്ടാന്ന് വെക്കും. നീ എന്താടി ഉത്തമ ഭാര്യയെ പോലെ വേഷം ഇറക്കുവാണോ? എന്താടി വിരട്ടലാണോ? ചാവണമെന്നുണ്ടെങ്കിൽ നീ പുറത്ത് പോയി ചാവടി. നിനക്ക് ചാവണമെന്നുണ്ടെങ്കിൽ നീ പോയിട്ട് പുറത്തുനിന്ന് ചാവ്. എടാ നീ കാലി വലിച്ചു ഊരടാ. ഇത് കേട്ട് ശ്രുതി പറയുന്നത്, അമ്മേ ഇവളുമായി ബന്ധപ്പെട്ട ഒരു സാധനവും എനിക്ക് വേണ്ട. അല്ലെങ്കിലും ആ താലി വെച്ചിട്ട് ഞാനിനി എന്ത് ചെയ്യാനാണ്? അവൾ തന്നെ അത് കൊണ്ടുപോയിക്കോട്ടെ. എടി പോടി പുറത്ത്. ശ്രുതി എൻ്റെ അടുത്ത് പോകാൻ വേണ്ടി പറയരുത്. ഞാൻ ശ്രുതിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ചീ നിർത്തടി, പുറത്ത് പോടി എന്ന് പറഞ്ഞിട്ട് വാലിച്ചങ്ങ് പുറത്തേക്ക് കള്ളുവാണ് കേട്ടോ ശ്രുതി. ഇനി ഈ ജന്മത്തിൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോ. ഇനി നീ എന്റെ കൺമുമ്പിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നു കളയെന്ന് പറയാണേ. അങ്ങനെ ശ്രുതിയെ എന്നേക്കുമായിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി.